ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, 1 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും ആണ് പറയേണ്ടത്. രാത്രി കണ്ടുമുട്ടുകയാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും, രാത്രി പിരിയുമ്പോൾ മാത്രമാണ് ഗുഡ് നൈറ്റ് പറയുക. രാത്രി പിരിഞ്ഞില്ലെങ്കിൽ അപ്പം എന്താണാവോ പറയുക? അതൊന്നും എഴുതില്ലല്ലോ ഇവര്. അതിന് വേറെ കാശ് കൊടുക്കണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വാട്ട് ഈസ് ദ ടൈം? 10 മണി. കാലത്ത് 9 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, ഉച്ച ഇരിഞ്ഞ് 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നാണ് പറയാ. മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, പിന്നെ ഗുഡ് മിഡിൽ നൈറ്റ്. Good morning, sir. Good morning. You have breakfast? Yes, I had. Yesterday you have dinner? Yes, sir. And lunch? Yes. 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് ശരീരത്തിലൊന്നും കാണില്ലടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഞാനാണ്. ഇവിടെ ഗുഡ് മോർണിംഗ് കൊടുക്കണോ മേടിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ ആയിട്ടൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യു ആർ മാരീഡ്? നോ സർ. ഹൗ മെനി ചിൽഡ്രൻ? സർ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കുട്ടികളുണ്ടാവില്ലേ? എന്ത് വൃത്തിയുടെ ആള് പറയണേ. സാരമില്ല ലീലാമ്മേ, അങ്ങേര് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ബിസിനസ് ടൂർ പോകാനായിട്ട്. അതൊക്കെ പോട്ടെ, സത്യത്തിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പം പുതിയതാണല്ലോ, ഇംഗ്ലീഷ് ഒന്ന് പൂച്ചാലോ. Who are you? I am Mr. Kanappan, textile engineer from Delhi. Who is the owner of this factory? These instruments are dangerous for the people. I will never allow the people to work like this. I want to meet the manager right now. Can you let me know who the manager is? Hello, excuse me. What a stupid fellow. I don't know what his problem is. ഇവൻ എന്തിനാ ഇപ്പം എന്നെ ചീത്ത പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഞാൻ 3 ജന്മം ജനിക്കണം. പുസ്തകത്തിൻ്റെ കാശ് പോയ പിശാച്. സാർ എന്താ ഇന്ന് വൈകിയെന്ന് ചോദിക്കടാ. സാറ് വൈകിയില്ലോ, ഞാനല്ലേ വൈകിയത്. ശമ്പളം തരുന്നവൻ പറയുന്നത് അനുസരിക്കടാ. ഒബൈ. ഓ, സാറെന്താ വൈകിയേ? I am coming the factory. One elephant crossed the road. Papan and the elephant fighting. Then I am late. You understand? Yes, sir. You get out. ശരി സർ. ഇവിടെ വാ. And come 1 tea. Okay. Unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ. ഹലോ, ആരെ? അയാളെ കയറ്റിവിട്, അയാളെ മാത്രം. ഇടിഞ്ഞു പൊളിഞ്ഞ് 5-6 കടമുറി, ഷഡാങ്ക് പടം മാത്രം കളിക്കുന്ന ഒരു പരട്ട തിയേറ്റർ, 2 മനുഷ്യർക്ക് താമസിക്കാൻ പാറാവളയം പോലൊരു കുടി. തനിക്ക് എന്തിനാ കുട്ടപ്പ ഇതിന് മാത്രം സ്വത്തുക്കള്? സ്പിന്നിംഗ് മില്ല് തുടങ്ങാനുള്ള എൻ്റെ വീതം 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയ കോടികൾ വിലയുള്ള എൻ്റെ വസ്തുക്കൾ തനിക്ക് ഞാൻ പണയം തന്നത്. 8-10 ലക്ഷം രൂപയ്ക്ക് കൊണ്ട് ഇതെല്ലാം കൂടി പറ്റിച്ചെടുക്കാൻ തനിക്കൊരു മനസാക്ഷിക്കുത്തും ഇല്ലേ ഈപ്പച്ച? നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊന്നും വേലയെടുത്ത് ഉണ്ടാക്കിയ മുതലല്ലല്ലോ കുട്ടപ്പ ഇതൊന്നും. കട്ടും മൂട്ടിച്ചു ഉണ്ടാക്കിയതല്ലേ ഈപ്പച്ച? മോഷണ മുതലിന്റെ വീതം ചോദിക്കാൻ ഇറങ്ങിയതാ താൻ. ഈപ്പച്ച ഓടാ അറക്കളം പീലിയുടെ മോനെ. ഞാൻ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ മോൻ. ഇട്ടിയും പീലിയും മുഖം മൂടി വെച്ച് നാട് മുഴുവൻ കട്ടുമുടിച്ച 2 പേരും കള്ളന്മാര്. പാരമ്പര്യത്തിന്റെ വഴി നോക്കിയാ നമ്മളും കക്കാനിറങ്ങേണ്ടവരാ. പക്ഷെ ഞാൻ മോഷണം അങ്ങ് നിർത്തി. വീട്ടുപേര് പോലും മാറ്റി. മലയിൽ ജുവലേഴ്സ്, മലയിൽ സ്പിന്നിംഗ് മിൽസ്, മലയിൽ പ്ലാന്റേഷൻസ്. അതേടോ, കുഴിയിൽ കിടന്നവൻ മലയിലോട്ടങ്ങ് കയറി. താനോ വേലയും കൂലിയുമില്ലാത്ത പാഴ് ജന്മം. നിന്നോട് ഇറക്കാൻ വന്നത് എന്റെ തെറ്റ്. ദൈവം എന്നൊരാളുണ്ട് കേട്ടോടാ പൊന്ന ഈപ്പ. ഒന്ന് നിന്നേ. എന്തുറപ്പിലാടോ താൻ ദൈവത്തെ കൂട്ടുപിടിച്ചത്? സ്വന്തം അപ്പനെ കൊന്നവനല്ലടാ നീ. നീ അപ്പാവിയ, നിന്നെ ഞാൻ മേല് നോവിക്കുകയല്ല. പക്ഷെ നിന്റെ ഒരു മോനുണ്ടല്ലോ, കൊച്ചു ബേബി, അവനെ ഞാൻ തീർക്കും. പറഞ്ഞു വരുമ്പോ എൻ്റെ ഒരു കൊലപാതകത്തിന് സാക്ഷിയാണവൻ. വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും അവൻ നിരൂപിച്ചാൽ എനിക്ക് സർക്കാർ വക ഒരു കയർ ഉറപ്പാ. 10ാമത്തെ വയസ്സിൽ നിന്നെ പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയവനായി എൻ്റെ കൊച്ചു ബേബി. അവൻ ആയുസോടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്ന് വെച്ച് നിനക്കൊരു നഷ്ടവും ഇല്ലല്ലോ ഈപ്പച്ച? ഇല്ല.
ആയുസോടെ എവിടെയെങ്കിലും പണ്ടാറടങ്ങിയ എനിക്കൊരു ദോഷവുമില്ല. പക്ഷേ ഈയിടെയായി ഉറക്കത്തിൽ എനിക്ക് ചില ദുസ്വപ്നങ്ങൾ. നിന്റെ കൊച്ചു ബേബി തിരിച്ചു വരണു. എന്റെ വല്യപ്പച്ചനെ കൊന്ന ഈ പച്ചായൻ എവിടെടാന്ന് ചോദിച്ചു. ശരിക്ക വല്ലവനും കണ്ട സ്വപ്നത്തിന് നീ കേറി സന്തോഷിക്കലടാ കുട്ടപ്പ. കൊന്നുകളയും ഞാൻ അവനെ. വയസ്സാം കാലത്ത് നിനക്കിനി എന്തിനാടാ ഒരു മോൻ? അവൻ ചത്തുപോട്ടാ. കൊച്ചു ബേബി മരക്കുരിശ് മെത്രാപോലീത്ത, സാദാ മെത്രാൻ, സഹായ മെത്രാൻ, അച്ഛൻ, കപ്പ്യാര്, കന്യാസ്ത്രീ, ചെമ്മാച്ചൻ. എന്റെ അപ്പന്റെ ശവടക്കിന് ഈ ഇടവക മാത്രമല്ല, ഈ അതിരൂപത മുഴുവനും ഞെട്ടണം. നിങ്ങൾ ബലാത്കരമായി സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവിൻ, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ പച്ച. ഏത് കർത്താവ്? അങ്ങനെ ഒരു ആളില്ലച്ചോ. ഇതൊക്കെ വെറും വയറ്റിപ്പഴപ്പ. ഓ ദേ വേറെ ആരാണ്ടോ മരിച്ചു. അച്ഛൻ ഇന്ന് കോള് തന്നെ. ഈ ഇടവകയിൽ ഇന്ന് എന്താ കൂട്ടമരണോ? ദേ ഫോൺ ഞാൻ എടുക്കാം. അച്ഛൻ എളുപ്പം ഒന്ന് റെഡി ആയിക്കോ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. പറയാ എളുപ്പാണ്. ഹലോ, വികാരി അച്ഛനാണോ? അതെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആ പീരിച്ചായന് കുമ്പസാരിക്കണമെന്ന് ഒന്ന് വീട് വരെ വരണം. ആ ഞാൻ ഉടനെ വരാം. ആരാ ഈ പച്ച? എനിക്ക് തെറ്റുപറ്റി. ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പുളുവൊന്നുമല്ല, ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് വിശ്വസിച്ചോ, ഞാനാ പറയണം. ഇല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ തന്നെ എടുക്കണോ? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല യാത്രക്കാരാ, മുന്നിലതാ നിൻ കബറിടമല്ലോ. എന്താ ഇപ്പ? അല്ല കൊച്ചാങ്ങളിയോ? ഇതെന്താ ഈ നേരത്തെ? വിവരങ്ങളൊക്കെ അകത്തോട്ട് വന്നിട്ട് അകത്തോട്ട് കയറട്ടെ. വാ വാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ കത്തനാരൊരു വിടുവായന. കുംഭസാര രഹസ്യം നാട്ടുകാർ മുഴുവൻ അറിയും. എന്റെ അപ്പനോ പോയി. വയസ്സാം കാലത്ത് നിന്റെ അപ്പൻ കൊലക്കുറ്റത്തിന് കയറേ തൂങ്ങും. അതുമല്ല, മോഷണം മുതലൊക്കെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ ഈ വീട്ടിൽ ഉപ്പുഭരണി മാത്രമേ ശേഷിക്കുള്ളൂ കുട്ടപ്പ. ഞാൻ എന്ത് ചെയ്യണോ നീ പറയുന്നേ? ഇഷ്ടദാനം. അറക്കളം പീലിയുടെ സ്വത്തുക്കള് അതിയാൻ നിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതാൻ പോണു. കരണ്ടിയിലെ പെണ്ണ് പട്ടിണി കിടക്കാൻ ഒക്കുകയില്ല. ഞാൻ ബലവിച്ചോളാം. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ അളിയ? എടാ ഈപ്പച്ച, എന്റെ അപ്പന് ഇപ്പോഴും 2 പേരുടെ വിലവാ. അത് താൻ വിട്ടുപിടി. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വാ മനുഷ്യ, വാ. എടാ ഈപ്പ, നീ എന്റെ അപ്പനെ ചതിച്ചു കൊന്നല്ലടാ. ഇട്ടിയും പീലിയും ഒരുമിച്ച് വളർന്നു. അവരൊരുമിച്ച് തന്നെ പോട്ടടാ. ഈ കടലാസുകളും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ചാകുന്നതിന് മുമ്പ് പീലിച്ചായൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. മോനെ ഈപ്പച്ച, നിന്റെ അപ്പനെ ഞാൻ കൊന്നു. അതിന്റെ പ്രായച്ചിത്തായിട്ട് എന്റെ എസ്റ്റേറ്റുകളൊക്കെ നീ എടുത്തോടാന്ന്. അല്ല എന്ന് വെച്ച് പ്രാക്ക് കിട്ടുന്ന പണിക്കൊന്നും ഞാനില്ല. ഈ വീടും ചന്തയിലുള്ള കടമുറികളും തിയേറ്ററും നിനക്ക് തന്നെ. അത് മതിയല്ലോ കുട്ടപ്പ. നിനക്കൊരു ചെറുക്കനല്ലേ ഉള്ളൂ. ആ പറഞ്ഞതുപോലെ ആ കുരുത്തം കെട്ട ചെറുക്കൻ എവിടെടാ?